നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഹൗ ആർ ദേ കൺട്രോളിങ് അസ്? ദേ എന്ന് പറയുന്നത് ഡീപ്പ് സ്റ്റേറ്റോ ഗ്ലോബൽ എലീറ്റ്സോ ഇല്ലുമിനാറ്റിയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം, ഒരു കുഴപ്പമില്ല. വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു കാര്യം തന്നെ പറഞ്ഞുതരാം. അമേരിക്കയിൽ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ദ ഗ്രേറ്റ് നോട്ടീസിങ് എന്ന് പറഞ്ഞിട്ട്. അതായത് കണക്കെങ്ങനെയാണ്, അമേരിക്കയിലെ 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ വെറും 9% ആൾക്കാരെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. യങ് പീപ്പിൾ ആർ നോട്ട് ഫോളോയിങ് ഫോർ പ്രൊപ്പഗൻഡ എഗെയിൻ ലൈക്ക് ദ ബൂമേഴ്സ് ഡിഡ്. ഈ TV ന്യൂസും ന്യൂസ് പേപ്പറും ഒന്നും വായിക്കാത്തത് കൊണ്ട് പഴയ പോലെ പറ്റിക്കാനൊന്നും പറ്റുന്നില്ല ആൾക്കാരുടെ. ഇപ്പം ഇസ്രയേലിന് ഇപ്പോൾ ഒരു ചീത്തപ്പേരുണ്ട് അമേരിക്കയുടെ ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ചീത്തപ്പേര് മാറ്റണോ? എവിടെയാണോ ഇവർ ഈ കുറ്റം പറയുന്നത് ആ പ്ലാറ്റ്ഫോമിനെ തന്നെ ഇല്ലാതാക്കണോ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നും. നെതന്യാഹു അമേരിക്കയിൽ വന്നിട്ട് ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, പുതിയ മോഡേൺ വാർഫെയറിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. ഒന്ന് കേട്ടിട്ട് വാ. We have to fight with the weapons that apply to the battlefields in which we're engaged. And the most important ones are the social media. And the most important purchase that is going on right now is TikTok number 1. ടിക്ടോക്ക് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ടിക്ടോക്കിനെ നിലയ്ക്ക് നിർത്തണം, ഈ ചൈനീസ് അൽഗോരിതം എങ്ങനെയെങ്കിലും നിർത്തണം. അതാണ് പുള്ളിക്ക് വേണ്ടത്. 30 വയസ്സ് താഴെയുള്ളവരൊക്കെ ടിക്ടോക്കിലാണ്, അറിയാലോ. നെതന്യാഹു ഇത് പറയുമ്പോൾ തന്നെ അമേരിക്കയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ടിക്ടോക്കിനെ ചൈനീസ് കമ്പനി ആയിട്ടുള്ള ബൈഡാൻസ് നിന്ന് മേടിച്ചു. ആര്? അമേരിക്കൻ വേർഷൻ മാത്രം അവർ മേടിച്ചു. അമേരിക്കയിൽ ഒരു കൂട്ടം കമ്പനീസ് ഇൻവോൾവ് ആയിട്ട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി അത് മേടിച്ചു. ആ കൺസോർഷ്യത്തിൽ ഏത് കമ്പനിക്കാണ് കൂടുതൽ ഷെയർ ഉള്ളത്? ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ലാരി എല്ലിസിൻ്റെ കമ്പനിക്ക്. ലാരി എല്ലിസൺ ആരാണ്? എ പ്രൗഡ് സയനിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. എന്നെ വിശ്വസിക്കേണ്ട, അതൊന്ന് കേട്ടിട്ട് വാ. 2000 years we were a stateless people and now we have a country of our own defended by all the brave men and women of the IDF. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഓൾറെഡി ഇവരിൻ്റെ കയ്യിലാണ്. സക്കർബർഗും പീറ്റർ തീലൊക്കെയാണ് ഫേസ്ബുക്കിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, അറിയാലോ. അവരെ കുറിച്ച് ഇനി ആദ്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ടിക്ടോക്ക് ആയിരുന്നു ആകെ ഉള്ളൊരു പ്രശ്നം, അതിനെ അങ്ങോട്ട് മേടിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഒളിച്ചും പാത്തിട്ടൊക്കെ ചെയ്യും. ഇപ്പോൾ ദേ ആർ നോട്ട് ഹൈഡിങ് ഇറ്റ് എനിമോർ. തോട്ര പാക്കല മാസീന്